മന്ത്രിമാർക്ക് ജില്ലകളുടെ ചുമതല നൽകി സർക്കാർ ഉത്തരവ്. ഒരു ജില്ലയ്ക്ക് ഒരു മന്ത്രിയെ ചുമതലപ്പെടുത്തിയാണ് ഉത്തരവ് നൽകിയത്. മന്ത്രി CP ജോണിനാണ് തലസ്ഥാന ജില്ലയുടെ ചുമതല. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, വിവരങ്ങൾ വിശദാംശങ്ങൾ പറയാം. അരുണ്യ, മന്ത്രിമാർക്ക് ജില്ലകളുടെ ചുമതലകൾ നൽകുന്നത് സാധാരണ നടപടിയാണ്. പക്ഷേ ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ മന്ത്രിമാർക്ക് അത്തരത്തിൽ ജില്ലകളുടെ ചുമതല വീതിച്ച് നൽകിയിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പൊതുഭരണ വകുപ്പ് മന്ത്രിമാർക്ക് അതത് ജില്ലകളുടെ ചുമതലകൾ നൽകിയിരിക്കുന്നത്. കൂടുതലും ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാർക്ക് തന്നെയാണ് അത്തരത്തിൽ ചുമതലകൾ വീതിച്ച് നൽകിയിരിക്കുന്നത്. പ്രധാനമായും തിരുവനന്തപുരം ജില്ലയുടെ ചുമതല CP ജോണാണ്. കൊല്ലം ജില്ലയുടെ ചുമതല ഷിബു ബേബി ജോൺ, പത്തനംതിട്ട PC വിഷ്ണുനാഥ്, ആലപ്പുഴ ജില്ലയുടെ ചുമതല M ലിജുവിനാണ്. കോട്ടയം ജില്ലയിൽ ചുമതല വഹിക്കുന്നത് മോൻസ് ജോസഫാണ്. ഇടുക്കി ജില്ലയിൽ അനൂപ് ജേക്കബ്, എറണാകുളം ജില്ലയുടെ ചുമതല റോജി M ജോണിനാണ്. തൃശൂർ ജില്ലയിൽ OJ ജനീഷിനാണ് ചുമതല നൽകി സർക്കാർ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാലക്കാട് N ഷംസുദ്ദീൻ ജില്ലയുടെ ചുമതല വഹിക്കും. മലപ്പുറം ജില്ലയുടെ ചുമതല PK ബഷീറിനാണ്. കോഴിക്കോട് ജില്ലയുടെ ചുമതല AP അനിൽകുമാറിനാണ്. വയനാട് T സിദ്ദിഖാണ് ചുമതല നിർവഹിക്കുന്നത്. കണ്ണൂർ സണ്ണി ജോസഫിനും കാസർഗോഡ് KM ഷാജിക്കും ചുമതല നൽകിയാണ് പൊതുഭരണ വകുപ്പ് ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും പ്രധാനമായും ഈ കാലവർഷം ഏത് സമയവും എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ മന്ത്രിമാർ ജില്ലകളിൽ തന്നെ കേന്ദ്രീകരിച്ച് ജില്ലാ ഭരണകൂടങ്ങളുമായി ഏകോപിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ട്. ഈ മഴക്കെടുതി അടക്കമുള്ള വിഷയങ്ങളിൽ മന്ത്രിമാർ ജില്ലകളിൽ തന്നെ കേന്ദ്രീകരിച്ച് നടപടികൾ സ്വീകരിക്കേണ്ട സാഹചര്യമൊക്കെ വരും. അപ്പോൾ കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ പൊതുഭരണ വകുപ്പിൽ നിന്നും മന്ത്രിമാർക്ക് ജില്ലകളുടെ ചുമതലകൾ നൽകി ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. എന്തായാലും 14 ജില്ലകളുടെയും ചുമതല ഓരോ മന്ത്രിമാർക്ക് നൽകിയാണ് സർക്കാർ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ശരി ചന്ദ്ര.